45% ഹിന്ദു വോട്ടുകളും 43% മുസ്ലിം വോട്ടുകളും 11% വരുന്ന ക്രിസ്ത്യൻ വോട്ടുകളും കൂടി ചേർന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. അവിടെ ഞാൻ വിചാരിക്കുന്നത് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ജനങ്ങൾ എന്തിന് വിധി എഴുത്തും എന്നുള്ളത് അതൊരു മലയോര മേഖലയാണ്. അവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അഭിപ്രായം അറിയേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ വന്യമൃഗശല്യമായിരിക്കും ഒന്ന്. അത് വലിയ രീതിയിൽ ആ മണ്ഡലത്തെ ബാധിക്കും എന്നുള്ളതാണ്, അവിടുത്തെ വിധിയെഴുത്തിനെ ബാധിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഈ സർക്കാർ എത്ര രീതി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതായിരിക്കും അതിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന മലയോര മേഖലയിൽ താമസിക്കുന്ന, അതായത് വനത്തിനോട് ചേർന്ന് താമസിക്കുന്ന ഒരു വിഭാഗം എങ്ങനെ വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. വേറെ ഇതിൻ്റെ അകത്ത് പിണറായി സർക്കാരിൻ്റെ വലിയ രീതിയിലുള്ള കേസുകളോ അല്ലെങ്കിൽ പിണറായിയുടെ മകളുടെ കേസുകളോ ഒന്നും പുറകെ പോകുന്നു ഞാൻ വിചാരിക്കുന്നില്ല. ആ മണ്ഡലത്തിൽ എല്ലാ വിഷയങ്ങളും ചർച്ചയാവാം, പക്ഷേ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും. ഒന്നാമത്തെ കാര്യം അവിടുത്തെ വനം വകുപ്പുമായി ബന്ധപ്പെട്ട DFO അടക്കമുള്ള സംവിധാനങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള എതിർപ്പ് ആ മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ്. ആ മണ്ഡലത്തിൽ എതിർപ്പ് അങ്ങനെയുള്ള സ്ഥിതിക്ക് അവിടെ ചെന്നിട്ട് ഒരു കാരണവശാൽ അത് CPM വോട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു വോട്ടായി മാറും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെ PV അൻവറെ സംബന്ധിച്ചിടത്തോളം PV അൻവർ കുറേ നാളുകളായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നതും തന്നെ ഈ വനം വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ഈ മലയോര ജനങ്ങളെ എങ്ങനെ ഇളക്കി വിടാം എന്നുള്ള നല്ല രീതിയിൽ ബോധമുള്ള ഒരാളാണ് സത്യം പറഞ്ഞാൽ PV അൻവർ. അതുകൊണ്ടാണ് കേസിൽപ്പെട്ടതും അതുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോകാൻ തയ്യാറായതും ഒക്കെ ഈ മലയോര മേഖലയിലെ ജനങ്ങളെ എങ്ങനെ ഇളക്കി വിടാം എന്നുള്ള നല്ല രീതിയിൽ ബോധ്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഇറങ്ങി തിരിച്ചിട്ടുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിധി എഴുതാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. അവിടുത്തെ ഈ ഉണ്ണിസാർ നേരത്തെ പറഞ്ഞ പോലെ BDJSുമായി ബന്ധപ്പെട്ട കേസിൻ്റെ അത് SDP ജനറൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊന്നും അവിടെ ഒരനക്കവും സൃഷ്ടിക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അവിടെ എന്താണ്, അവിടെ ഈ 45% ഹിന്ദുക്കളുള്ള സമയത്തും BDJS അവിടെ മത്സരിച്ചപ്പോൾ 12,000 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അതുപോലെ തുഷാർ വെള്ളാപ്പള്ളി നേരിട്ട് പോയി അവിടെ മത്സരിച്ചാൽ ലോകസഭാ മണ്ഡലം നിലമ്പൂരും കൂടെ ഉൾപ്പെട്ടതാണ് വയനാട് ലോകസഭാ മണ്ഡലം എന്ന് പറയുന്നത്. അവിടെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചതാണ്. അവിടെ പോലും എന്ത് കിട്ടിയിട്ടില്ല. ഈ പറയുന്ന നിലമ്പൂരിൽ നിന്ന് എത്ര വോട്ട് കിട്ടിയത് ഞാൻ കണ്ടതാണ്. അപ്പോൾ നോട്ടയ്ക്ക് താഴെയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ചലനവും SNDP വിചാരിച്ചാലൊന്നും അവിടെ നടക്കാൻ പോകുന്നില്ല എന്നുള്ളത്. കാരണം എന്താണ്, അവിടെ വർഷങ്ങളായിട്ട് അവിടെ മുസ്ലിം കാൻഡിഡേറ്റിന് വോട്ട് ചെയ്ത് വരുന്ന ജനങ്ങളാണ്. കാരണം TK ഹംസ ആയാലും ആര്യാട് മുഹമ്മദ് ഒരു പ്രാവശ്യം ഒഴിവായ സമയത്താണെങ്കിലും അതിനുശേഷം PV അൻവർ വന്ന സമയത്താണെങ്കിലും ഒക്കെ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് PV അൻവർ വന്നതിൻ്റെ സമയത്ത് PV പ്രകാശ് അവിടെ മത്സരിച്ചായിരുന്നല്ലോ, ഹിന്ദു കാൻഡിഡേറ്റ് ആയിരുന്നല്ലോ, നല്ല ജനകീയനായ ആളാണ്. ഞാൻ വിചാരിക്കുന്നത് മലപ്പുറത്തെ ഒരു മുസ്ലിം ഇതര നേതാവ് എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ജനകീയനായ ഒരു വ്യക്തി എന്ന് പറയുന്നത് PV പ്രകാശ് ആയിരുന്നു. കാരണം അയാൾ DCC പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളത്. അദ്ദേഹം മത്സരിച്ചിട്ട് പോലും നിലമ്പൂർ മണ്ഡലത്തിൽ ജയിച്ചില്ല. കാരണം അങ്ങനെ ഒരു മതം നോക്കി വോട്ട് ചെയ്യുന്ന ഒരു മണ്ഡലേ അല്ല, കോൺഗ്രസിനെ അല്ല അതൊരു മണ്ഡലം നോക്കി മത്സരിക്കുന്ന ഒരു സ്ഥലം കൂടിയല്ല നിലമ്പൂർ എന്നുള്ള നിലയ്ക്കാണ് ഞാനത് പറയുന്നത്. അല്ലെ മതം നോക്കി അങ്ങനെ ചെയ്യാറില്ല എന്നുള്ളത്. പിന്നെ ആര്യാട് മുഹമ്മദുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ 6 വർഷം അതെ, ആ 6 വർഷം അവിടെ ജയിച്ചെങ്കിൽ കൂടെ അവിടെ ആര്യാടൻ മുഹമ്മദിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ജനകീയത ഷൗക്കത്തിനുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിനകത്തും എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ആൾ അവിടുത്തെ വർഷങ്ങളായി അവിടുത്തെ ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളുമായിട്ട് നല്ല രീതിയിൽ ബന്ധം പുലർത്തുന്ന ആൾ, അവിടുത്തെ ആദിവാസി വിഭാഗമായിട്ട് നല്ല രീതിയിൽ ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അപ്പോൾ അതിന് അത്രയധികം അദ്ദേഹത്തിൻ്റെതായ സംവിധാനങ്ങൾ മാത്രമുള്ള കോളനികൾ വരെ അവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ആ നിലയ്ക്കൊക്കെ അത് എത്ര രീതിയിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി, ആര്യാട് മുഹമ്മദിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അത്ര രീതിയിൽ കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഏത് സ്ഥാനാർത്ഥി വരുന്നു എന്നുള്ളതിനേക്കാളും അപ്പുറം അവിടുത്തെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് എങ്ങനെ മുന്നോട്ട് നിൽക്കുന്നു. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PV അൻവർ ആരുടെ കൂടിയാണെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം 2 ടൈം MLA ആയിരുന്ന ആളാണ്. അവിടുത്തെ വിഷയങ്ങളെ ഒരു പരിധി വരെ ഞാൻ അടുത്ത കാലത്തൊന്നും PV അൻവറിനെ കുറിച്ചിട്ട് അവിടുത്തെ മണ്ഡലത്തിൽ ആരും കുറ്റം പറയുന്നത് കേട്ടിട്ടില്ല. നമ്മൾ പൊതുവായ സംവിധാനങ്ങളുടെ മണ്ഡലത്തിലെ ജനങ്ങൾ എപ്പോഴും PV അൻവർ, കാരണം ഇലക്ഷൻ്റെ 6 ദിവസം കഴിഞ്ഞ പ്രാവശ്യം 2021 ഇലക്ഷൻ്റെ 6 ദിവസം മുൻപാണ് വന്ന് നോമിനേഷൻ കൊടുക്കുന്നത്. പുള്ളി ആഫ്രിക്കയിലായിരുന്നല്ലോ. ആഫ്രിക്കയിൽ നിന്ന് തിരിച്ച് നോമിനേഷൻ കൊടുത്ത് 6 ദിവസം മുന്നേ വന്ന് നോമിനേഷൻ കൊടുത്തിട്ട് 2700 വോട്ടിന് ജയിക്കുകയാണ്. അപ്പം ജനകീയനാണ്, അവിടുത്തെ ജനകീയനാണ്. അപ്പോൾ അവിടുത്തെ ജനകീയൻ അപ്പോൾ ആൾക്കാരോട് സംസാരിക്കാം. കാരണം അത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയാണ്. നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ഇപ്പോൾ ആരാണ്? ഇടതുപക്ഷമായിരുന്നു. അതെ. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ അടുത്തേക്ക് എങ്ങനെ എത്തിയത്? കാരണം ഓരോ വീടുകൾ കയറി ഇറങ്ങി അൻവർ ഉണ്ടാക്കിയ മാറ്റങ്ങളാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി തിരിച്ച് ഇടതുപക്ഷത്തിന് കിട്ടാനുണ്ടാകുന്നുള്ള അൻവർ തന്നെ പറയുന്നത്. അപ്പം വലിയ രീതിയിലുള്ളൊരു മാറ്റം അവിടെ സത്യം പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിനല്ല വന്നത്, അത് PV അൻവറിനാണ് വന്നതെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇടതുപക്ഷത്തിനാണ് വന്നതെങ്കിൽ അതിന് മുൻപ് ശേഷമൊക്കെ അത് കാണണമായിരുന്നു. അത് രീതിയിൽ അവന് അവിടെ കണ്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ. അപ്പം അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വന്യമൃഗങ്ങളെ സംബന്ധിച്ച പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും വലിയ രീതിയിൽ ചർച്ച
ചെയ്യപ്പെടും ഇപ്രാവശ്യം. അതുപോലെ തന്നെയല്ല അവിടെ എപ്പോൾ ആന ഇറങ്ങും എപ്പോൾ പുലി ഇറങ്ങും എന്നുള്ളത് അറിയാൻ പറ്റില്ല. ഈ ഇലക്ഷൻ്റെ സമയത്തെങ്ങാനും അങ്ങനെ ഒരു സംവിധാനം കൊണ്ട് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകും. കാരണം വലിയ രീതിയിൽ അടിയൊഴുക്കുണ്ടാവും ഈ ഇലക്ഷൻ എന്ന് പറയുന്നത്. കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ബി ജെ പിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഇത് നിർണായകമായ ഇലക്ഷനാണ്. ബി ജെ പി സംബന്ധിച്ചിടത്തോളം എന്താണ് ശേഷം വരുന്നത്? ഈ മുനമ്പം വന്നതിന് ശേഷം 11% ക്രിസ്ത്യൻ വോട്ട് ഷെയർ ഉള്ള നിലമ്പൂരിൽ അവർക്ക് 11%-ൽ ഒരു 6% വോട്ടെങ്കിലും കിട്ടിയില്ലെങ്കിൽ പിടിച്ചേക്കാൻ പറ്റില്ല. ഞാൻ വിചാരിക്കുന്നില്ല അത്രയൊന്നും അവിടെ വോട്ട് ബി ജെ പിക്ക് നേടാൻ പറ്റുമെന്നുള്ളത്. ഏത് സ്ഥാനാർത്ഥി അവിടെ പോയി നിന്നാലും ഇപ്പോൾ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിനെ തന്നെ അവിടെ കൊണ്ട് നിർത്തിയാൽ പോലും അത് അത്രയധികം ഒരു വോട്ട് ഷെയർ അവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം 45% ഹിന്ദു ഉള്ള മണ്ഡലമാണ്, ഹിന്ദു പോപ്പുലേഷനുള്ള മണ്ഡലമാണ്. അപ്പോൾ അവിടെ ആ രീതിയിൽ അവിടേക്ക് ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ബി ജെ പിക്ക് വന്നാൽ മാത്രമേ അടുത്ത ഇലക്ഷനിൽ ബി ജെ പിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നുള്ളത് ജനങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. അത് മാത്രമല്ല, ഇനി വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്തേക്കും ഉള്ളൊരു മുൻപലകയാണിത്, മുന്നോടിയാണ് ഈ ഇലക്ഷൻ വരുന്നത്. അപ്പോൾ അതോട് കൂടെ ചെയ്യുമ്പോൾ അതും ഈ പറഞ്ഞ ഇലക്ഷനെ എല്ലാം ബാധിക്കും. കാരണം അത് എങ്ങനെയാണ് ജനങ്ങളുള്ള ട്രെൻഡ് എന്ന് മനസ്സിലാക്കി. അപ്പം ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, അത് കോൺഗ്രസിൻ്റെ ഒരു കുത്തക മണ്ഡലമാണ്. ആ കുത്തക മണ്ഡലം കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ കാരണം പി വി അൻവർ എന്ന് പറഞ്ഞൊരു നേതാവ് വന്നതാണ്. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. എന്താ അറിയോ, ഇതുവരെ പി വി അൻവറിൻ്റെ കാര്യത്തിൽ അത് യു ഡി എഫിൽ തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ്. ഈ സമയം വരെ ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ ഡിക്ലെയർ, ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലിരിക്കുന്ന സാധനം കൊണ്ട് കളഞ്ഞിട്ട് ചർച്ച തുടങ്ങുള്ളൂ. അതുവരെ ഇനി നീട്ടിക്കൊണ്ട് പോകും. രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അതെ ഞാൻ പറയുന്നത്, ഒരു പി വി അൻവറെ സ്ഥാനാർത്ഥിയാക്കല്ലോ, ഘടകകക്ഷിയാക്കല്ലേ. അപ്പോൾ ഇനി സ്ഥാനാർത്ഥിനെ ഡിക്ലെയർ ചെയ്തതിന് ശേഷമാണോ ഇനി ഘടകകക്ഷിയാക്കുക എന്നുള്ളതാണ്. അപ്പം യു ഡി എഫിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് നിലമ്പൂർ എങ്ങനെയും കടന്നു കിട്ടാൻ വേണ്ടിയിട്ട് അൻവറെ കൂടെ കൂട്ടിയേക്കാം എന്നുള്ള നിലയ്ക്കാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ എന്താണ്, ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൻ്റെ അകത്തും ഇവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഒരു ചർച്ചയിലേക്ക് കടക്കുമ്പോഴാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റണം. എന്തിനാണെന്ന് ഇത്രയധികം ചർച്ച ചെയ്യുന്നത്? ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് നമുക്കറിയില്ല. ഈ സമയം വരെ അവർ ആരാണെന്ന് പറഞ്ഞിട്ടില്ല അതുമായി ബന്ധപ്പെട്ട്. പക്ഷേ എന്താണ്, യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. രണ്ടുപേരുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ അടിക്കുകയാണ്. ഇതുണ്ടാവില്ല, മറ്റതുണ്ടാവില്ല, ഇവർക്ക് വേറെ പാർട്ടിയുണ്ട്, ആ പാർട്ടിയുണ്ട്, ഇവർ നശിപ്പിച്ചാലല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കാലുവാരും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ചർച്ച നടക്കുകയാണ്. അതെന്തിനാണ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുന്നത്? ഇതാണ് സംവിധാനം എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യം. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ഒരു ഇലക്ഷൻ ഇങ്ങനെ സ്ഥാനാർത്ഥികളുടെ പേര് പുറത്തു വരാൻ പാടില്ല. കാര്യം രണ്ടുപേരും രണ്ട് സൈഡിൽ കൂടെ വർക്ക് നടക്കാമെന്ന് ഇപ്പോൾ നമ്മൾ അറിയുന്നത്. ഇപ്പോൾ ജോയിൻ്റെ ഭാഗത്ത് കൂടെ വർക്ക് നടത്തിക്കൊണ്ട് പോകുന്നു, ആര്യാട് ഷൗക്കത്തിൻ്റെ ശൈലി കൂടെ വർക്ക് നടത്തിക്കൊണ്ട് പോകുന്നു. ആർക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പം ഈ ആർക്ക് കിട്ടുമെന്ന് പറയുന്നത് സാമാന്യമായിട്ട് അവർക്ക് വിഷമം ഉണ്ടാവും. കാരണം രണ്ടുപേരും ഒരേ സമയത്ത് ഒരേ ട്രെൻഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് രണ്ടുപേർക്ക് മത്സരിക്കാൻ പറ്റില്ലല്ലോ, ഒരാൾക്കല്ലേ മത്സരിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിനകത്ത് ഇപ്പം തന്നെ തീരുമാനം എടുത്താൽ അത് കുറച്ചും കൂടെ മുന്നോട്ട് പോകുന്ന കുറയും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ആ സംവിധാനത്തിലേക്ക് കടന്നു പോകും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇനിയുള്ള ഒരാഴ്ച കൂടുതൽ ഉണ്ടാവില്ല, ഒരാഴ്ചക്കുള്ളിൽ ഡിക്ലറേഷൻ ഉണ്ടാവുന്നല്ലേ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല. ഇപ്പോൾ തന്നെ തീരുമാനം എടുത്ത് മുന്നോട്ട് പോയാൽ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം ജയിക്കുകയോ തോൽക്കുകയോ എന്ന് അറിയണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിനെ അറിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ വോട്ട് ഇടതുപക്ഷത്തേക്കും അതുപോലെ തന്നെ യു ഡി എഫിലേക്കും മാറാൻ വേണ്ടിയിട്ട് വലിയ സമയമൊന്നും വേണ്ടി വരില്ല. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് നിശ്ചയിക്കേണ്ട കാര്യം ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പം ഷൗക്കത്തിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കാമെന്നൊന്നും ഇടതുപക്ഷം വിചാരിക്കുമെന്നുള്ളത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഷൗക്കത്തിനെ കൊണ്ടുവന്ന ഒരു തോൽവിയും കൂടെ ഏറ്റുവാങ്ങാനുള്ള ശേഷി അവർക്ക് ഉണ്ടാകുമെന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അവർ എന്തായാലും ഒരു വേറെ സ്വതന്ത്ര സ്ഥാനാർത്ഥിനെ പരീക്ഷിക്കുന്നുള്ളതാണ്. അപ്പോൾ ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിനെ പരീക്ഷിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് അറിയുമോ? സ്വതന്ത്ര സ്ഥാനാർത്ഥിനെ ആരെയും വേണമെങ്കിലും പരിഗണിക്കാം. മനസ്സിലായി, ഇന്നയാൾ എന്നുള്ള നിലയ്ക്കില്ല, ആരെ വേണമെങ്കിലും പരിഗണിക്കാം. നല്ല ജനസമ്പന്നനായ ഒരാളാണ് നിലമ്പൂർ സ്ഥാനാർത്ഥിയാകുന്ന വരുന്നതെങ്കിൽ ആ സംവിധാനത്തെ ബാധിക്കും. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള ഇലക്ഷൻ സ്റ്റണ്ടുകൾ അവിടെ കാണാം, ഇലക്ഷൻ പ്രശ്നങ്ങൾ കാണാം. പാലക്കാട് കണ്ടതല്ല, പാലക്കാട് കണ്ടതിൻ്റെ അപ്പുറമായിരിക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഈ ഇലക്ഷൻ ചൂണ്ടുവലയാകുമോ എന്ന് ചോദിച്ചാൽ ചൂണ്ടുവലയാകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.